നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്നും കൃഷി വകുപ്പിന്റെ നെല്ലെടുപ്പ് ശനിയാഴ്ച ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ് സ്റ്റാർ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നൈറ്റ് ടെസ്ല എൻട്രൻസ് അക്കാദമിയുടെ സഹകരണത്തോടെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച കുട്ടികളെ അനുമോദിച്ചു. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരത്തിലെ കനാൽക്കരയിലെ മത്സ്യകന്യകയുടെ ശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ KPCC സാംസ്കാരിക സാഹിതി രംഗത്ത്. ശില്പം മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യം. അബാക്കസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. 272ഓളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. അമ്പലപ്പുഴ MLA ഇസ്ലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് കുട്ടികൾക്ക് മെമന്റോ വിതരണം ചെയ്തു. ആശുപത്രിയിൽ നിന്നും പോകാനിടമില്ലാത്ത 3 പേരുടെ സംരക്ഷണം ഏറ്റെടുത്ത് കരുണാലയം രംഗത്ത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് പോകാനിടമില്ലാത്ത 3 പേരെയാണ് കരുണാലയം ഏറ്റെടുത്തത്. വാർത്തകൾ വിശദമായി. സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്നും കൃഷി വകുപ്പിന്റെ നെല്ലെടുപ്പ് ശനിയാഴ്ച ആരംഭിച്ചു. കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്ന് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരിക്കാൻ തുടങ്ങി. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേന നെല്ല് സംഭരിക്കുന്നതിനാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. ഇപ്രകാരം നെല്ലെടുക്കുമ്പോൾ കർഷകർക്കുള്ള നെൽവില നെല്ലിന്റെ ഗുണനിലവാരത്തിന് ആനുപാതികമായി കർഷകരുടെ തന്നെ അക്കൗണ്ടിലേക്ക് കൃഷിവകുപ്പ് നൽകും. ആദ്യഘട്ടമായി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ കാട്ടുകോണം, വട്ടപ്പായിത്ര, കോലടിക്കാട്, ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ കന്നിട്ട, സി ബ്ലോക്ക് പാടം എന്നിവിടങ്ങളിൽ നിന്നുള്ള നെല്ലാണ് ഓയിൽ പാം ഇന്ത്യ ശനിയാഴ്ച മുതൽ സംഭരിച്ചു തുടങ്ങിയത്. നമ്മുടെ പഞ്ചായത്തിൽ 390 ടൺ നെല്ലാണ് നമുക്കിനി സംഭരിക്കാൻ ബാക്കിയുള്ളത്. അതുപോലെ ആലപ്പുഴയിലും ഒരു പാടശേഖരത്തിൽ ഇതുപോലെ സംഭരിക്കാൻ പറ്റാതെ ഉപ്പുവെള്ളം കാരണം മോശമായ നെല്ലുകളാണ് ഉള്ളത്. അപ്പോൾ എല്ലാം കൂടി 450 ടണ്ണോളം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ പാം ഇന്ത്യ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ 450 ടൺ നെല്ലാണ് സംഭരിക്കുക. ഇതിലേക്കായി 3 കോടി രൂപ കൃഷി വകുപ്പിന് പ്രത്യേക പാക്കേജായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കേരള വിഷൻ ന്യൂസ് സ്റ്റാർ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നൈറ്റ് ടെസ്ല എൻട്രൻസ് അക്കാദമിയുടെ സഹകരണത്തോടെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച കുട്ടികളെ അനുമോദിച്ചു. സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ നിയമന സേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ന്യൂസ് സ്റ്റാർ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നൈറ്റ് ടെസ്ല എൻട്രൻസ് അക്കാദമിയുടെ സഹകരണത്തോടെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച കുട്ടികളെ അനുമോദിച്ചു. സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ആദ്യ പടി എന്ന് പറയാം ഈ ഒരു വിജയം. അപ്പോൾ ഇതിൽ മതിമറന്ന് പോകാതെ നമ്മളുടെ തുടർന്നുള്ള ആ ഒരു പഠനവും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള മനസ്സിലാക്കേണ്ട, നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിണക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രയാണം. തീർച്ചയായിട്ടും ഇതുപോലുള്ള അനുമോദന യോഗങ്ങൾ നിങ്ങൾക്ക് വലിയൊരു പ്രചോദനം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ സമൂഹത്തോടുള്ള ആ ഒരു പ്രതിബദ്ധത അത് കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. കാരണം ന്യൂസ് സ്റ്റാർ ചാനൽ ഡയറക്ടർ CA ലവൻ ചടങ്ങിൽ അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച കുട്ടികളെ അനുമോദിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ C എബ്രഹാം മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത സന്നിഹിതയായിരുന്നു. ന്യൂസ് സ്റ്റാർ ചീഫ് റിപ്പോർട്ടർ ഫിറോസ് അഹമ്മദ് ചടങ്ങിന് സ്വാഗതവും നൈറ്റ് ടെസ്ല എൻട്രൻസ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ A നൌഫൽ നന്ദിയും പറഞ്ഞു. ആദ്യഘട്ടമെന്ന നിലയിൽ ആലപ്പുഴ നഗരസഭാ പരിധിയിലെ 15ഓളം സ്കൂളുകളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ 250ഓളം കുട്ടികളെയാണ് അനുമോദിച്ചത്. ആലപ്പുഴ നഗരത്തിലെ കനാൽക്കരയിലെ മത്സ്യകന്യകയുടെ ശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ KPCC സംസ്കാര സാഹിതി രംഗത്ത്. ആലപ്പുഴ നഗരത്തിലെ പ്രശസ്തമായ മത്സ്യകന്യകാ ശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ സാംസ്കാരിക സംഘടനയായ KPCC സംസ്കാര സാഹിതി രംഗത്തെത്തി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ശില്പം ഒരു കലാകാരന്റെ വിലമതിക്കാനാകാത്ത കൃതിയാണെന്നും ഇത് ആലപ്പുഴയുടെ സംസ്കാരപരമായ മുഖച്ഛായയുടെ ഭാഗമാണെന്നും സംഘടന വ്യക്തമാക്കി.
വികസനത്തിന് എതിരല്ലെങ്കിലും ഇത്തരം സാംസ്കാരിക ചിഹ്നങ്ങൾ നശിപ്പിക്കാതെ സംരക്ഷിക്കപ്പെടണമെന്നും അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും KPCC സംസ്കാര സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആവശ്യമാണ്. ഈ പട്ടണം തന്നെ അറിയപ്പെടുന്നത് കിഴക്കിന്റെ വെനീസ് എന്നാണ്. ഈ കിഴക്കിന്റെ വെനീസായ ഈ തോടിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശില്പം, അതിമനോഹരമായ ഈ ശില്പം സംരക്ഷിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ്, ഇവിടെ നമുക്കറിയാം നമ്മുടെ ജില്ലക്കാരൻ തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഏത് സമയത്തും പ്രതികരിക്കുവാൻ വേണ്ടി രംഗത്ത് വരുന്ന കുന്തവും കുറച്ചക്കറവും എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ പലതരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആ മന്ത്രി ഒരു പക്ഷേങ്കില് ഇത്തരത്തിലുള്ള ഒരു നല്ല കാര്യത്തിന് നേതൃത്വം കൊടുക്കുവാൻ മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ജില്ലാ സാഹിതി ചെയർമാൻ A. കബീർ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനി വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ആലപ്പി അഷ്റഫ്, ജയേഷ് അംബാൻ, തോമസ് പാലത്തറ, അഞ്ചയിൽ രഘു, ശില്പി അജയൻ V. കാട്ടുങ്കൽ, KE അഹമ്മദ്, സുബൈർ, തോമസ് പള്ളിക്കാടൻ, അനിൽ തൈവിടാൻ, സാജിദ് എന്നിവർ സംസാരിച്ചു. അബാക്കസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. 272 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. HSLM-ലെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MP അഡ്വക്കേറ്റ് A. മാരിഫ് കുട്ടികളെ മെമന്റോ നൽകി ആദരിച്ചു. അബാക്കസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ഡിസംബറിൽ തൃശൂരിൽ നടത്തിയ പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മികച്ച വിജയം നേടിയവരെയും സംസ്ഥാന തലത്തിൽ റാങ്ക് നേടിയവരെയും ഉൾപ്പെടെയുള്ള 272 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. HSLM-MLA അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അബാക്കസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുതിരപ്പന്തി SNDP ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചെയർമാൻ നൌഷാദ് അലി അധ്യക്ഷനായി. മുൻ MP അഡ്വക്കേറ്റ് A. മാരിഫ് വിദ്യാർത്ഥികൾക്ക് മെമന്റോ വിതരണം ചെയ്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഡെപ്യൂട്ടി കളക്ടർ C. പ്രേംജി, കൗൺസിലർമാരായ B. അജേഷ്, ക്ലാരമ പീറ്റർ, സിജോ ജോൺ, അഖിൽ ശ്രീകുമാർ, ശ്രുതി വിപിൻ എന്നിവർ സംസാരിച്ചു. ഫാത്തിമ കബീർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആശുപത്രിയിൽ നിന്നും പോകാനിടമില്ലാത്ത 3 പേരുടെ സംരക്ഷണം ഏറ്റെടുത്ത് കരുണാലയം രംഗത്ത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് പോകാനിടമില്ലാത്ത 3 പേരെയാണ് കരുണാലയം ഏറ്റെടുത്തത്. ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആശുപത്രിയിൽ നിന്നും പോകാനിടമില്ലാത്ത 3 പേരുടെ സംരക്ഷണം ഏറ്റെടുത്ത് കരുണാലയം രംഗത്ത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് പോകാനിടമില്ലാതെ വാർഡിൽ കഴിയുകയായിരുന്ന കായംകുളം സ്വദേശിനി രോഹിണി പിള്ള, ആലപ്പുഴ തിരുവമ്പാടി സ്വദേശിനി സുഹറ ബീവി, രഞ്ജിത്ത് എന്നിവരുടെ സംരക്ഷണമാണ് കിടങ്ങന്നൂർ കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തത്. ഇവരുടെ വിഷമസ്ഥിതി ആശുപത്രി അധികൃതർ പൊതുപ്രവർത്തകനായ UM കബീറിനെ അറിയിക്കുകയും തുടർന്ന് കിടങ്ങന്നൂർ കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായം തേടുകയുമായിരുന്നു. ചെയർമാൻ അബ്ദുൾ അസീസ്, കരുണാലയം PRO അഞ്ജു R, ലൈജു, ഉദയരാജ്, ഷിഹാബ് എന്നിവരെത്തി 3 കരുണാലയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. UM കബീർ, സീനിയർ നഴ്സിംഗ് ഓഫീസർ സിൻസി ജോൺ പ്രീതി എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്നും കൃഷിവകുപ്പിന്റെ നെല്ലെടുപ്പ് ശനിയാഴ്ച ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നൈറ്റ് ടെസ്ല എൻട്രൻസ് അക്കാദമിയുടെ സഹകരണത്തോടെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച കുട്ടികളെ അനുമോദിച്ചു. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരത്തിലെ കനാൽക്കരയിലെ മത്സ്യകന്യകയുടെ ശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ KPCC സാംസ്കാരിക സാഹിതി രംഗത്ത്. ശില്പം മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യം. അബാക്കസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. 272 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. അമ്പലപ്പുഴ MLA HSLM പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MP അഡ്വക്കേറ്റ് A. മാരിഫ് കുട്ടികൾക്ക് മെമന്റോ വിതരണം ചെയ്തു. ആശുപത്രിയിൽ നിന്നും പോകാനിടമില്ലാത്ത 3 പേരുടെ സംരക്ഷണം ഏറ്റെടുത്ത് കരുണാലയം രംഗത്ത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് പോകാനിടമില്ലാത്ത 3 പേരെയാണ് കരുണാലയം ഏറ്റെടുത്തത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.